നമ്മളിങ്ങനെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ കൃത്യമായൊരു കണക്ക് ഇന്നലെ തെളിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞൊരു സാഹചര്യമുണ്ട്. 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 10 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയം മണ്ഡലത്തിലാണ്. ഷീജ തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷീജ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടുകൂടി പൂർണ്ണമായി എത്ര സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നു എന്നതിന്റെ കണക്ക് ലഭിച്ചു? ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ, കുറവ് സ്ഥാനാർത്ഥികൾ അടക്കമുള്ള മണ്ഡലങ്ങളുടെ വിശദാംശങ്ങൾ എങ്ങനെ? തീർച്ചയായും കാവ്യ, ഏതായാലും സംസ്ഥാനത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ ചിത്രം തന്നെയാണ് കഴിഞ്ഞ ദിവസം തയ്യാറായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ഇപ്പോഴൊരു അന്തിമ ചിത്രം ഏതായാലും എല്ലാവർക്കും മുന്നിലുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 227 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ 24 എത്തുമ്പോൾ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 194 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ ദിവസം 10 പേർ മാത്രമാണ് പത്രിക പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അതായത് 14 പേരാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കുറവ് ആലത്തൂർ മണ്ഡലത്തിലുമാണ്. അവിടെ 5 സ്ഥാനാർത്ഥികളാണുള്ളത്. 25 വനിതാ സ്ഥാനാർത്ഥികളും ഈ 194 എന്ന് പറയുന്ന സംഖ്യയിൽ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും വാശിയേറിയൊരു പോരാട്ടം തന്നെയാണ് നമുക്ക് പല മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഈ 20 മണ്ഡലങ്ങളിലും ആവേശത്തിന് ഒരു തരത്തിലുള്ള കുറവും ഇല്ല എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സ്ഥാനാർത്ഥികളുടെ പര്യടനം തന്നെയാണ്. മുന്നണികളും സ്ഥാനാർത്ഥികളും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അന്തിമ ചിത്രം കൂടി പുറത്തു വന്ന ഘട്ടത്തിൽ ആവേശത്തിൽ തന്നെയാണ് അവരുടെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത് എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ പ്രചരണ പരിപാടികൾ, പ്രത്യേകിച്ചും പല മണ്ഡലങ്ങളിലും ഇടതു സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടനമാണ് ആരംഭിച്ചിട്ടുള്ളത്. അത് എല്ലായിടങ്ങളിലും രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴും അത്രത്തോളം വലിയൊരു സ്വീകരണം തന്നെയാണ് ഈ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം പോകുന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യമാണ്, സ്ത്രീകളെന്നോ കുട്ടികളെന്നോ അല്ലെങ്കിൽ പ്രായമായവരെന്നോ അത്തരത്തിലുള്ള ഒരു പ്രായഭേദ വ്യത്യാസം ഇല്ലാതെയാണ് ഓരോരുത്തരും സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി എത്തുന്നത് എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ പ്രചരണ പരിപാടികൾ ഇപ്പോൾ 8 മണിയോടുകൂടി എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക് പ്രചരണ പരിപാടി, ഇന്നത്തെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഈ ഒരു അന്തിമ ചിത്രം തയ്യാറായതോടുകൂടി ഇരട്ടി ആവേശത്തിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ശരി ഷീജ, എന്തായാലും ഓരോ മണ്ഡലങ്ങളിലും നമ്മളിങ്ങനെ തെരഞ്ഞെടുപ്പ് ചിത്രം, പ്രചാരണ രംഗത്തെ സാഹചര്യമൊക്കെയും പരിശോധിച്ച് പോവുകയാണ്. ഷീജ പറഞ്ഞതുപോലെ തന്നെ ആവേശത്തിന് ഒട്ടും കുറവില്ലാതെ സ്ഥാനാർത്ഥികൾക്കായാലും പ്രവർത്തകർക്കായാലും. നേരത്തെ രമേശും രാജ്കുമാറും സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെയും എത്തുന്നതോടുകൂടി ഈ ചിത്രം അങ്ങോട്ട് ആവേശം കുട്ടിക്കയറുന്ന കാഴ്ചകളൊക്കെയായിരുന്നു കാണാൻ കഴിയുന്നത്. ഇനിയും നിരവധി മണ്ഡലങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്.